അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാമ്പത്തിക ഭദ്രതയിൽ കുടുംബ ഭദ്രത ഉണ്ടാകുന്നുണ്ടോ? ഈ വിഷയമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. സാമ്പത്തികമായി വളരെ പ്രയാസങ്ങൾ നേരിടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രയാസം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജീവിത ചിലവുകൾ എല്ലാ നിലക്കും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വർധനവിന് കാരണവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, പ്രൗഢിയാണ്. മറ്റുള്ളവൻ എന്തു ചെയ്യുന്നുവോ അതേപോലെ എനിക്കും ചെയ്യണം, അല്ല അതിനേക്കാൾ മികച്ചതായി ഞാനും ചെയ്യണം, എൻ്റെ കുടുംബത്തിനും വേണം, എൻ്റെ മക്കൾക്ക് വേണം, എൻ്റെ ഭാര്യയ്ക്ക് വേണം, എൻ്റെ മാതാപിതാക്കൾക്ക് വേണം എന്ന് ചിന്തിക്കുമ്പോഴാണ് ജീവിത ചിലവുകൾ വർദ്ധിക്കുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ചിലവുകളായിരിക്കണം ഉണ്ടാവേണ്ടത്. വരുമാനത്തിനേക്കാൾ കൂടുതൽ ചിലവ് വരുമ്പോഴാണ് സാമ്പത്തികമായ തകർച്ചയും പ്രയാസങ്ങളും ഉണ്ടാവുക. നമുക്ക് കടങ്ങൾ ലഭിക്കുമെന്ന് കരുതിയിട്ട് കാണുന്നത് മുഴുവൻ വാരിക്കൂട്ടാനും പാടില്ല. ഇന്ന് വളരെ കൂടുതൽ ആളുകൾ സാമ്പത്തികമായി തകർന്നു കൊണ്ടിരിക്കുകയാണ്, ഭദ്രതയില്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൂട്ടാത്മഹത്യകളും മറ്റുമൊക്കെ നമ്മൾ എത്രയോ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തായിരിക്കും അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സാമ്പത്തിക പ്രയാസത്തിലാണ്. ഇങ്ങനെ സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ അത് എങ്ങനെ മേക്കപ്പ് ചെയ്ത് പരിഹാരം കണ്ടെത്തുമെന്ന് ചിന്തിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കാതെ കുടുംബസമേതം കൂട്ടമായ ആത്മഹത്യകൾ പെരുകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിത ചിലവുകൾ നമ്മുടെ വരുമാനത്തിന് അനുസരിച്ചായിരിക്കണം. ഇവിടെ നാം പറയാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയത്തിലേക്കാണ്. ഇന്ന് പുരുഷനെ പോലെ തന്നെ സ്ത്രീകളും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കൂടുതൽ ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്തുകൊണ്ടാണ് പലരും ഭാര്യമാരെ ജോലിക്ക് പറഞ്ഞയക്കുന്നത്? സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പല സ്ത്രീകളും പുരുഷന്മാരെ പോലെ തന്നെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, ഒക്കെ ശരിയാണ്. ഇങ്ങനെ പലരും ജോലിക്ക് പോകുന്നു. പലതായ ജോലിക്ക് മുൻകാലങ്ങളിൽ കൂടുതൽ സ്ത്രീകൾ ജോലിക്ക് പോയിരുന്നത് നഴ്സറികളിലായിരുന്നു. നഴ്സറി എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രം റിസർവ് ചെയ്ത് വെച്ച ജോലിയാണല്ലോ. പിന്നെ മറ്റൊന്ന് നഴ്സിംഗ് ജോലി. പിന്നീട് കൂടുതൽ സ്ത്രീകളും ജോലിക്ക് പോയിരുന്നത് സ്കൂൾ ടീച്ചിങ് മേഖലയിലായിരുന്നു. സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിപ്പിക്കാൻ വളരെ കൂടുതൽ ആളുകൾ പോയിരുന്നു. ഇന്ന് അതിൽ നിന്നെല്ലാം മാറി സ്ത്രീകൾ എല്ലാ മേഖലയിലും ജോലിക്ക് വരികയാണ്. മുമ്പ് രാത്രി ഷിഫ്റ്റ് ഇല്ലായിരുന്നു സ്ത്രീകൾക്ക്. ഇന്ന് രാത്രിയും പകലോ എന്ന വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും സ്ത്രീകൾ ജോലിക്ക് പോകുന്നു. ഇതുകൊണ്ട് പല കുടുംബങ്ങളിലും സാമ്പത്തിക ഭദ്രതയുണ്ടാകുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. കുടുംബത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ ദൂരീകരിക്കാൻ സാധിക്കുന്നുണ്ട്, അതിൽ നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റൊന്നുണ്ട്. അത് പലരും ചിന്തിച്ചിട്ടുണ്ടോ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സാമ്പത്തിക ഭദ്രതയുണ്ടാകുമ്പോൾ കുടുംബ ഭദ്രതയുണ്ടാകുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. പുരുഷൻ മാത്രം ജോലിക്ക് പോയി അവൻ മാത്രം കുടുംബം പോറ്റുമ്പോൾ അല്പസ്വല്പമൊക്കെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകും. ആ ഞെരുക്കങ്ങളെ ഒന്ന് ഒത്തൊരുമിച്ച് പിടിച്ചാൽ, ഒന്ന് മുറുക്കി പിടിച്ചാൽ അത് പരിഹരിക്കാൻ സാധിക്കുന്നതേയുള്ളൂ. ഇന്ന് സ്ത്രീകളും കൂടി ജോലിക്ക് പോയപ്പോൾ എന്തേ ഉണ്ടായത്? സമ്പത്തുണ്ടായി, പക്ഷേ കുടുംബത്തിൽ ഛിദ്രതകൾ വർദ്ധിച്ചു വരികയാണ്. അത് എല്ലായിടത്തും കണ്ടുവരുന്നൊരു കാര്യമാണത്. ഒരുപക്ഷെ മിക്ക സ്ത്രീകളും അവരുടെ കരിയറിൽ അവർ വിജയിച്ചിട്ടുണ്ടാകും. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ ജോലി സ്ഥലത്ത് വിജയിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ സ്ത്രീകളും കൂടി ജോലിക്ക് പോകുമ്പോൾ അവിടെ അടിസ്ഥാന കരിയറായ വീട്ടിലെ കരിയറിൽ, കുടുംബ കരിയറിൽ അവർ പലയിടങ്ങളിലും പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എത്രയോ സെലിബ്രിറ്റികൾ അവരുടെ കരിയറിൽ അവർ വിജയിച്ചു. പക്ഷേ അവരുടെ കുടുംബജീവിതത്തിൽ
അവർ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അഥവാ സാമ്പത്തിക ഭദ്രത അവർ നേടി, കുടുംബ ഭദ്രത തകർന്നു. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. എത്രയെത്ര സെലിബ്രേറ്റുകൾ, വലിയ ആഘോഷപൂർവ്വം വിവാഹങ്ങൾ നടന്നു. അതേ ആവേശപൂർവ്വം അവരുടെ വിവാഹമോചനങ്ങളും നടന്നില്ലേ? നമ്മൾ എത്ര എണ്ണം കണ്ടതാണ്, കേട്ടതാണ്. നമ്മൾ അതിലേക്കൊന്നും നമ്മൾ ചർച്ച വെക്കുന്നില്ല. അപ്പോൾ എന്തേ ഉണ്ടായത്? കരിയറിൽ അവർ വിജയിച്ചു, കുടുംബ ഭദ്രതയിൽ അവർ പരാജയപ്പെട്ടു. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും വേണ്ടത് എന്താണ്? അവിടെ കുടുംബ ഭദ്രത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും മുൻതൂക്കം നൽകേണ്ടത് ആരാണ്? പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ്. കുട്ടികളെ പരിപാലിക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. വീട് ഭരിക്കുന്നത് ആരാണ്? സ്ത്രീകളാണ്. പുരുഷന്മാർക്ക് വേണ്ട പിന്തുണയും സഹകരണവും അവരുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കേണ്ടത് ആരുടെ മുന്നിലാണ്? അവരുടെ ഭാര്യമാരുടെ മുന്നിലാണ്. പക്ഷേ സ്ത്രീയും കൂടി ഭാരങ്ങൾ ഏൽക്കുമ്പോൾ എന്താ ഉണ്ടാകുന്ന അവസ്ഥ? പുരുഷൻ അവന്റെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ആ ടെൻഷനുകളും ആ ഭാരങ്ങളും ഇറക്കി വെക്കാൻ ഒരിടം കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം എന്താണ്? സ്ത്രീയും ഭാര്യയും കൂടി ജോലിക്ക് പോകുന്നു. അവൾക്ക് അവരുടെ ജോലി സ്ഥലത്ത് കുറെ ടെൻഷനുകളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു. ആ പ്രയാസങ്ങളും ടെൻഷനുകളൊക്കെ ഇറക്കി വെക്കേണ്ടത് എവിടെയാണ്? വീട്ടിലാണ്. ആരുടെ മുന്നിലാണ് ഇറക്കി വെക്കേണ്ടത്? തന്റെ ഭർത്താവിന്റെ മുന്നിലാണ് ഇറക്കി വെക്കേണ്ടത്. ഈ ഭർത്താവോ ഇതിനേക്കാൾ വലിയ ടെൻഷനുകളും പ്രയാസങ്ങളുമായിട്ടാണ് വൈകുന്നേരങ്ങളിൽ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ രണ്ടുപേരും ടെൻഷനായാൽ, രണ്ടും നെഗറ്റീവായാൽ എന്തായിരിക്കും? പോസിറ്റീവ് അല്ലേ വരിക? രണ്ട് നെഗറ്റീവുകളെന്ന് വെച്ചാൽ പോസിറ്റീവ് അല്ലേ വരിക? അപ്പോൾ ആരുടെ മുന്നിൽ ഇവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഇറക്കി വെക്കും? ഇത് ആരുടെ മുന്നിൽ അവതരിപ്പിക്കും? ഇങ്ങനെ വരുമ്പോഴാണ് കുടുംബ ഭദ്രതയിൽ വിള്ളലുകൾ വരുന്നത്. വീട്ടിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നോക്കേണ്ടത് ആരാണ്? സ്ത്രീയാണ്, അവരുടെ ഭാര്യയാണ്. ഇവൾ നോക്കുമ്പോൾ, ഭാര്യ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുമ്പോൾ പുരുഷന് അവന്റെ ജോലിയിൽ പ്രത്യേകമായി കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയും. അവന്റെ കരിയറിൽ വിജയിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ പുരുഷൻ വീട്ടിലെ കാര്യവും അവന്റെ ജോലിക്കാര്യവും അവന്റെ സാമ്പത്തിക കാര്യങ്ങൾ, അവന്റെ കച്ചവട കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഒരേ സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുകയില്ല, പ്രയാസങ്ങൾ പെടുന്നു എന്നുള്ളതാണ്. പുരുഷൻ അവന്റെ പ്രയാസങ്ങളുമായി വീട്ടിലേക്ക് കയറി വരുമ്പോൾ അവനെ സ്വീകരിക്കാൻ ഭാര്യ ഉണ്ടാകുമ്പോൾ അവന് സന്തോഷങ്ങൾ ഉണ്ടാകും. അവൻ കയറി വരുമ്പോൾ ഭാര്യ ഏതോ ജോലി സ്ഥലത്താണുള്ളത്, അവനെ സ്വീകരിക്കാൻ ആളില്ല. അവന് കയറി വരുമ്പോൾ അവന് വെള്ളം കൊടുക്കാൻ ആളില്ല, അവനെ പരിചരിക്കാൻ ആളില്ലാതെ വരുമ്പോൾ അവൻ പ്രയാസപ്പെടുന്നു. ഇങ്ങനെ പല നിലക്കുള്ള കുടുംബ തകർച്ചകൾ പലയിടത്തും നമ്മൾ കണ്ടുവരുന്നു. മാത്രവുമല്ല, സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകുമ്പോൾ അവരുടെ മക്കളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മക്കൾക്ക് വേണ്ട രൂപത്തിലുള്ള മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട പരിചരണങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 6 മാസവും 1 വയസ്സും 2 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളെ ആയമാരെയും മറ്റും ഏൽപ്പിച്ചുകൊണ്ടാണ് പലരും ജോലിക്ക് പോകുന്നത്. ഇങ്ങനെ കിട്ടിയ പണത്തിൽ നിന്ന് ഈ ആയമാർക്കുള്ള ശമ്പളം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന മനസമാധാനം എന്താണ്? ചിന്തിക്കേണ്ടത് തന്നെയാണ്. മക്കൾക്ക് വ്യക്തമായ പിതൃ സ്നേഹം ലഭിക്കുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചിന്തിക്കണം. അവർക്ക് ലഭിക്കുന്ന സ്നേഹം ആരിൽ നിന്നാണ്? ആയയിൽ നിന്നാണ്. അവരെ നോക്കുന്ന സ്ത്രീ ആരാണോ അവരിൽ നിന്നാണ് ആ മക്കൾക്ക് സ്നേഹം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാതാപിതാക്കളോടുള്ള കണക്ഷൻ, ബന്ധങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഭാര്യയും ഭർത്താവും തിരക്കുള്ള ആളുകളായാൽ മാനസികപരമായ അടുപ്പങ്ങൾ കുറയും എന്നുള്ളതാണ്. ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭാര്യ സ്വീകരിക്കാനുണ്ടാവുകയും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുമ്പോൾ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കും, വർദ്ധിക്കും. എന്നാൽ രണ്ടുപേരും തിരക്കിലായാലോ പരസ്പരം സ്നേഹങ്ങളോ സൗഹൃദങ്ങളോ ഉണ്ടാവുകയില്ല. അതൊക്കെ കുറഞ്ഞു വരാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതും അതൊരു മനഃശാസ്ത്രവും കൂടിയാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ രണ്ട് പങ്കാളികൾക്കിടയിൽ അവർ ആഗ്രഹിക്കുന്ന രൂപത്തിൽ മനപ്പൊരുത്തം ഉണ്ടാകണമെങ്കിൽ ഒരാൾ തിരക്കുള്ള ആളാകണം, മറ്റാൾ തിരക്കുണ്ടാകരുത്. ഈ ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നില്ല എങ്കിൽ പ്രശ്നങ്ങൾ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതാണ്, സാമ്പത്തിക ഭദ്രത നമ്മൾ ഉണ്ടായിരിക്കണം. അതിനേക്കാൾ പ്രാധാന്യം എന്തിനായിരിക്കണം?
കുടുംബ ഭദ്രതക്കായിരിക്കണം. കുടുംബ ഭദ്രത തകർത്തുകൊണ്ടുള്ള സാമ്പത്തിക ഭദ്രത ഒരിക്കലും പ്രയോജനകരം അല്ല, അത് ദോഷകരമാണ് എന്ന് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭാര്യമാർ ജോലിക്ക് പോകുന്ന ഇടങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലും കണ്ടുവരുന്നത്. ഈ ഭാര്യമാർ ജോലിക്ക് പോകേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. പൊതുവെ ഉള്ള ഒരു കാര്യം ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഇതിനുള്ളൂ. എല്ലാവരും ചിന്തിക്കുക, നല്ലത് നമുക്കെല്ലാവർക്കും വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.